ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ത്രീകളെ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടമ്മമാരെ ഉദ്ദേശിച്ചിട്ട് വർക്കൗട്ടൊന്നും ചെയ്യാൻ സമയമില്ലാത്ത ആൾക്കാർക്ക്, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വർക്കൗട്ടൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം കാണും, പക്ഷേ അവർക്ക് വർക്കൗട്ട് അറിയില്ല. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ചേച്ചിമാരും നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പം ഇത് പുരുഷന്മാർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടെന്നല്ല, പക്ഷേ നമുക്ക് ചെയ്യാവുന്ന വർക്കൗട്ടുകൾ തന്നെയാണ്. അപ്പം നമുക്കിതിനകത്ത് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെയുള്ള 2 മിനറൽ വാട്ടറിൻ്റെ കുപ്പിക്കകത്ത് വെള്ളം നിറച്ചിട്ടുണ്ട് ഞാൻ. ഓക്കെ, അപ്പം ഇത് മാത്രം മതി നിങ്ങൾക്ക് എക്യുപ്മെൻറ്റ്സായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ബോഡിക്കുള്ള വർക്കൗട്ട് ചെയ്യാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽ സ്ട്രെങ്തനിങ്ങിനുള്ള ഒരു വർക്കൗട്ടാണ്. നമുക്കറിയാം, നമ്മളൊരു പ്രായമൊക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മസിലിൻ്റെയൊക്കെ സ്ട്രെങ്തൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. അതുവഴി നമുക്ക് പലവിധ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടും. പക്ഷേ ഈ വർക്കൗട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേച്ചിമാർക്ക് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങളുടെ ജോലിയൊക്കെ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് രാവിലെയോ വൈകുന്നേരമോ ഒക്കെ ഉള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഈ 2 ബോട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ വർക്കൗട്ടാണ്. നിങ്ങൾ കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് ജമ്പിങ് ചെയ്യേണ്ട ആവശ്യമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് രീതിയിലുള്ള വർക്കൗട്ടുകളൊന്നും തന്നെ ഇല്ല. നിങ്ങൾ സിമ്പിളായിട്ട് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ്. ഇതുവഴി നിങ്ങൾക്ക് ഫാറ്റ് ബേണിങ്ങും നടക്കും. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഫാറ്റ് ബേണിങ്ങും നടക്കും. വളരെ ഗുണകരമായിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് വർക്കൗട്ട് ആരംഭിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമേ കാലിൽ നിന്നാണ് ചെയ്തു തുടങ്ങുന്നത്. അപ്പം നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 5 മിനിറ്റോളം നിങ്ങൾ ചെറുതായിട്ടൊന്ന് വാമപ്പ് ചെയ്യണം. ഞാൻ വാമപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അതൊന്ന് ചെയ്യണം. അതിനുശേഷം നമുക്ക് നമ്മുടെ ബോഡിയുടെ മൂവ്മെൻറ്റ്സ് വെച്ച് നമുക്ക് വർക്കൗട്ട് ആരംഭിക്കാം. അപ്പം നമ്മൾ കാലിൽ നിന്നാണ് വർക്കൗട്ട് ചെയ്തു തുടങ്ങുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വീട്ടിൻ്റെ ഏത് ഭാഗത്തുനിന്നും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വർക്കൗട്ട് ആരംഭിക്കാം. ഫസ്റ്റ് വർക്കൗട്ട് എന്ന് വെച്ചാൽ ലഞ്ചസ് എന്ന് പറഞ്ഞൊരു വർക്കൗട്ടാണ്. One, 2, 3, 4, 5, 6, 7, 8. അപ്പം അതാണ് തന്നെ അടുത്ത കാര്യം. 1, 2, 3, 4, 5, 6, 7, 8. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാലിനുള്ള വർക്കൗട്ടാണ്. നിങ്ങളുടെ ഈ ഹാംസ്ട്രിങ്, നിങ്ങളുടെ ഗ്ലൂട്ട് ഭാഗങ്ങളൊക്കെ ആക്ടിവേഷൻ ആക്കാനുള്ള വർക്കൗട്ടാണ്. ഓക്കെ, അപ്പം രണ്ടാമത്തെ വർക്കൗട്ട് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ താപ്പോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യണം, മേലോട്ട് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ 15 റെപ്സ് വെച്ച് ഓരോ കാലിനും ചെയ്യണം. 15 പ്രാവശ്യം വെച്ച് ഓരോ കാലിനും ചെയ്തതിന് ശേഷം അടുത്ത നമ്മുടെ രണ്ടാമത്തെ കാലിൻ്റെ വർക്കൗട്ട് കിട്ടുക, സ്ക്വാട്ട് എന്ന് പറയുന്ന വർക്കൗട്ട്. അപ്പോൾ ഇങ്ങനെ പിടിക്കുക. ഇത് പിടിച്ചതിന് ശേഷം 1, 2, 3, 4, 5, 6, 7, 8. അപ്പം ഇത് നിങ്ങൾ 15 പ്രാവശ്യം ചെയ്യുക. അപ്പം ഇത് അതിനൊക്കെ തന്നെയാണ് നമ്മൾ താഴോട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പോസ്റ്റർ കൃത്യമായിരിക്കണം. എന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ മുതുകൊന്നും ഇങ്ങനെ പൂവിൽ കൂടിയിട്ട് ഇരിക്കരുത്. ഓക്കെ, അപ്പം നമ്മൾ താപ്പോട്ട് ഇങ്ങനെ വെയിറ്റുമായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യണം, മേലോട്ട സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ കാലിൻ്റെ 2 വർക്കൗട്ടുകളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കടുത്തതായിട്ട് കാലിൽ നിന്ന് മാറിയിട്ട് നമുക്കടുത്തായിട്ട് നമ്മുടെ ബാക്ക് മസിലിലോട്ട് പോകാം, ബാക്കിൻ്റെ മസിലിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും നമ്മൾ 2 വർക്കൗട്ടുകൾ വെച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ബാക്കിൻ്റെ വർക്കൗട്ടിലോട്ട് പോകും. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ബാക്ക് വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബാക്ക് വർക്കൗട്ട് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ഇങ്ങനെ നമ്മുടെ മുട്ടുണ്ട് അതൊരല്പം ഒന്ന് ബെൻഡ് ചെയ്ത് മുമ്പോട്ട് പിടിക്കുക. അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ നിന്നതിന് ശേഷം
അപ്പം ഇത് നിങ്ങൾ 15 പ്രാവശ്യം ചെയ്യുക. അപ്പോൾ ഇത് ബാക്കിലോട്ട് വരുന്ന സമയത്ത് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾ നല്ലോണം സ്ക്വീസ് ചെയ്യണം ബാക്കിലോട്ട്. അപ്പോൾ നിങ്ങളുടെ ബാക്ക് മസിൽ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. ഓക്കെ, അപ്പം ഇത് വളരെ നല്ല വർക്കൗട്ടാണ്. നമ്മളിങ്ങനെ ഈ മുട്ടൊക്കെ ഇങ്ങനെ അതിന് ശേഷം ഓക്കെ ഇത് നിങ്ങൾ 15 പ്രാവശ്യം ചെയ്യുക. ഓക്കെ, 15 പ്രാവശ്യം ചെയ്തിട്ട് അടുത്തായിട്ട് ബാക്കിൻ്റെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഡെഡ് ലിഫ്റ്റ് ആണ്. ഇത് നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം 1 2 3 4 5 6 7. അപ്പോൾ ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. അതുവഴി നിങ്ങളുടെ കാലിനൊക്കെ നല്ല ആക്ടിവേഷൻ കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ബാക്കിൻ്റെ 2 വർക്കൗട്ടുകൾ. അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടത് 15 പ്രാവശ്യം വെച്ച് 15 പ്രാവശ്യം ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബാക്കിൻ്റെ 2 വർക്കൗട്ടുകളായി 15 റെപ്സിൻ്റെ 2 സെറ്റ്. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമ്മൾ 3ാമത്തെ വർക്കൗട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ 3ാമത്തെ വർക്കൗട്ട് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷോൾഡറിൻ്റെ വർക്കൗട്ടാണ്. ഓക്കെ, അപ്പോൾ ഷോൾഡറിനെ നമ്മൾ 2 വർക്കൗട്ട് ചെയ്യും. എടുത്തു, അതിനുശേഷം സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക, ബോഡി അപ്പ് ചെയ്യുക. 1 2 3 4 5 6 7 8. അപ്പോൾ ഇതാണ് ഷോൾഡറിൻ്റെ ഫസ്റ്റ് വർക്കൗട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൈ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് ഇതുണ്ടോ, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യണം. താപ്പോട്ട് വരുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ശരി, താപ്പോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക, മേലോട്ട് വരുമ്പോൾ ബ്രീത്ത് ഔട്ട്. താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക, മേലോട്ട് വരുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ഇത് നമ്മുടെ ഷോൾഡറിൻ്റെ ഫുള്ളായിട്ടുള്ള നമ്മുടെ ഷോൾഡറിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. അടുത്തായിട്ട് സെക്കൻഡ് വർക്കൗട്ട്. നേരെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. അതിനുശേഷം ഡംബിളിങ്ങനെ 1 2 3 4 5 6 7. അപ്പം ഇങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ 2 വർക്കൗട്ടുകളായി. ഓക്കെ, അപ്പം ഇത് നമ്മുടെ നിങ്ങളുടെ ഈ ഫ്രണ്ട് ഡെൽറ്റോയിഡിനൊക്കെ വളരെ നല്ല വർക്കൗട്ടാണ്. അപ്പം നമ്മുടെ ഷോൾഡറിൻ്റെ 2 വർക്കൗട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, ഇതും നിങ്ങൾ ചെയ്യേണ്ടത് 15 റെപ്സിൻ്റെ ആണ്. ഓക്കെ, 15 പ്രാവശ്യം വെച്ച് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്കിനി അടുത്തതായിട്ട് നമ്മുടെ കൈകളുടെ വർക്കൗട്ടുകളിലോട്ട് പോകും. നമ്മുടെ ബൈസെപ്സ് ആൻഡ് ട്രൈസെപ്സ്. ഓക്കെ, അതിലോട്ട് നമുക്ക് കിടക്കാം. ഓക്കെ, ബൈസെപ്സിൻ്റെ വർക്കൗട്ടാണ് ആദ്യം. ബൈസെപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യാൻ നമ്മളിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം 1 2 3 4 5 6. അപ്പം ഇത് നിങ്ങൾ ഇങ്ങനെ ബൈസെപ്സിന് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തിലെ വർക്കൗട്ടാണ്. അപ്പം ഇത് നിങ്ങൾ 15 റെപ്സ് ചെയ്യുക, 15 പ്രാവശ്യം ചെയ്യുക. ഓക്കെ, ഇത് നല്ല വർക്കൗട്ടാണ് നിങ്ങളുടെ ബൈസെപ്സിന്. അടുത്തായിട്ട് സെക്കൻഡ് വർക്കൗട്ടാണ് ബൈസെപ്സിൻ്റെ. ഇതിന് ശേഷം 1 2 3 4 5 6 7. അപ്പോൾ ഇതിന് ബൈസെപ്സ് ഹാമർ കൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 വർക്കൗട്ട് ചെയ്യുന്നവർ നിങ്ങളുടെ ബൈസെപ്സിൻ്റെ ഫാറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനും ബൈസെപ്സിൻ്റെ മസിലിനെ സ്ട്രെങ്തൻ ആക്കാനും ഒക്കെ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മേളിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യണം. താപ്പോട്ട് വരുന്ന സമയത്ത് ബ്രീത്ത് അകത്തോട്ട് വലിക്കണം. ഓക്കെ, അതാണ് ഇതിൻ്റെ ബ്രീത്തിങ് പാറ്റേൺ. അപ്പം ഇത് നമ്മുടെ ബൈസെപ്സിൻ്റെ 2 വർക്കൗട്ട് കഴിഞ്ഞു. അടുത്തായിട്ട് നമ്മൾ ട്രൈസെപ്സിൻ്റെ വർക്കൗട്ടിലോട്ട് പോകാം. ഓക്കെ, അടുത്തായിട്ട് ട്രൈസെപ്സിൻ്റെ വർക്കൗട്ടാണ്. ട്രൈസെപ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ മാംസമൊക്കെ അടിഞ്ഞു കൂടിയിട്ട് അല്ലെങ്കിൽ ഫാറ്റൊക്കെ അടിഞ്ഞു കൂടിയിട്ട് വൃത്തികേടായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർക്കൗട്ട് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ നമ്മൾ ട്രൈസെപ്സിന് 2 വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ അല്പം ബെൻഡ് ചെയ്തതിന് ശേഷം 1 2 3 4 5 6 7 8. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബാക്കിലോട്ട് കൈ പോകുന്ന സമയത്ത് നല്ലോണം ബാക്കിലോട്ട് കൈ സ്ക്വീസ് ചെയ്യണം. അപ്പോൾ ട്രൈസെപ്സ് മസിൽ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. ഓക്കെ, അപ്പോൾ ഇത് ട്രൈസെപ്സിന് വളരെ നല്ല വർക്കൗട്ടാണ്. അപ്പോൾ അടുത്ത ട്രൈസെപ്സിൻ്റെ 2ാമത്തെ വർക്കൗട്ട്. അപ്പോൾ നമ്മൾ ട്രൈസെപ്സിൻ്റെ 2ാമത്തെ വർക്കൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം ഇങ്ങനെ പിടിക്കുക, സ്ട്രൈറ്റ് ഇങ്ങനെ ചെവിയുടെ കൈ കൊണ്ട് 1
2 3 4 5 6 7. അപ്പം ഇതാണ് ട്രൈസെപ്സിൻ്റെ 2 വർക്കൗട്ട്. അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടത് 15 പ്രാവശ്യം വെച്ച്. ഓക്കെ, 15 പ്രാവശ്യം വെച്ച് ചെയ്യുക. നിങ്ങളുടെ ട്രൈസെപ്സ് മസിലൊക്കെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ആക്കാൻ പറ്റിയ വർക്കൗട്ടാണ്. അപ്പം നമ്മുടെ കാലിൻ്റെ വർക്കൗട്ട് ചെയ്തു, നമ്മുടെ ബാക്ക് ചെയ്തു, ബൈസെപ്സ് ചെയ്തു, ട്രൈസെപ്സ് ചെയ്തു, ഷോൾഡർ ചെയ്തു. അടുത്ത വർക്കൗട്ട് എന്ന് വെച്ചാൽ ചെസ്റ്റിൻ്റെ വർക്കൗട്ടാണ്. ഓക്കെ, ചെസ്റ്റിൻ്റെ വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ 2 എണ്ണം ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചതിന് ശേഷം മുമ്പോട്ട് സ്ക്വീസ് 2 3 4 5 6. അപ്പം ഇതാണ് ചെസ്റ്റിൻ്റെ ആദ്യത്തെ വർക്കൗട്ട്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചതിന് ശേഷം ഇങ്ങനെ മാക്സിമം ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യും, അതിനുശേഷം ബാക്കിലോട്ട് സ്ക്വീസ് ചെയ്യുക, പുഷ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ വർക്കൗട്ട്. അടുത്ത രണ്ടാമത്തെ വർക്കൗട്ട് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് 15 പ്രാവശ്യം. ഓക്കെ, അപ്പം ചെസ്റ്റിൻ്റെ രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇങ്ങനെ വന്നതിന് ശേഷം 1 2 ഓക്കെ, ഇങ്ങനെ 3 4 5 6. അപ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ വർക്കൗട്ടും കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇനി അടുത്തായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ചെറിയ പാർട്സുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ട്രാപ്സിൻ്റെ മസിലിൻ്റെ വർക്കൗട്ട് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് വെച്ചാൽ നമ്മുടെ കാഫിൻ്റെ എന്ന് വെച്ചാൽ കാലിൻ്റെ താഴത്തെ നമ്മുടെ കാൽസിൻ്റെ മസിലുണ്ടല്ലോ അതിനും കൂടെ വർക്കൗട്ട്. ഓക്കെ, അപ്പോൾ ഈ 2 വർക്കൗട്ട് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ബോഡിക്കുള്ള വർക്കൗട്ടാണ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചേച്ചിമാർക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ. കോളേജിൽ പോകുന്ന പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് രാവിലെ ഒക്കെ ചെയ്തിട്ട് പോവാം, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വൈകുന്നേരം വന്നിട്ട് നിങ്ങൾക്ക് ആരുടെ സഹായം വേണ്ട, ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയെ നല്ല രീതിയിൽ ഷേപ്പാക്കി മാറ്റാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ 2 വർക്കൗട്ടോടെ കാണാം, ഷോൾഡർ ആൻഡ് കാഫ് മസിൽ. ഓക്കെ, നമ്മുടെ ഈ ട്രാപ്സിൻ്റെ വർക്കൗട്ടാണ്. വെയിറ്റ് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ മേളിലോട്ട് നിന്നതിന് ശേഷം 1 2 3 4 5 6. എനിക്ക് കഴുത്ത് വേദനയൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് ചെയ്യുന്നത്. ഈ കഴുത്തിൻ്റെ നമ്മുടെ ഈ നെക്കിൻ്റെ ഈ ഭാഗത്തെ മസിലൊക്കെ നല്ലോണം സ്ട്രെങ്തൻ ആകുന്നതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കഴുത്ത് വേദനയ്ക്കൊക്കെ ഉപകാരപ്രദമാകും. ഓക്കെ, അപ്പം നിങ്ങൾ വളരെ സൂക്ഷിച്ച് ചെയ്താൽ മതി. നിങ്ങൾ മാക്സിമം മേളിലോട്ട് നല്ല രീതിയിൽ ഇങ്ങനെ സ്ക്വീസ് ചെയ്യണം. ആ സമയത്ത് നമ്മുടെ ഈ ട്രാപ്സിനാണ് നമുക്ക് ആക്ടിവേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, ഇങ്ങനെ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് 15 പ്രാവശ്യമാണ്. അടുത്തായിട്ട് നമ്മുടെ കാഫിൻ്റെ വർക്കൗട്ടാണ്. കാഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ കാലിൻ്റെ ഈ ഭാഗത്ത്. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ വന്നതിന് ശേഷം 1 2 3 4 5 6 7 8. ഓക്കെ, ഇത് നിങ്ങൾ 15 റെപ്സ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ വർക്കൗട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരാളുടെ സഹായം ഇല്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നിങ്ങളുടെ ബോഡിയൊക്കെ നല്ല രീതിയിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഇത് 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് തരണം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റുള്ള വീഡിയോകൾ എന്ന് വെച്ചാൽ നമുക്ക് സ്ത്രീകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വർക്കൗട്ടുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.